നെയ്മർ ഇല്ലാതെ ഒരു ബ്രസീൽ ടീമിനെ വാർത്തെടുക്കാൻ ശ്രമിക്കുകയാണ് ബ്രസീലിന്റെ പരിശീലകനായിട്ടുള്ള ഡോൺ കാർലോ. അപ്പോൾ നമ്മൾ പല രീതിയിലുള്ള പല ബ്രസീലിയൻ ലെജൻസിന്റെ കോട്ട് ഇതിനെ പറ്റി നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ ബ്രസീലിന്റെ ലെജൻഡ് ആയിട്ടുള്ള റൊമാരിയോ, പുള്ളിക്കാരൻ ബ്രസീലിയൻ ESPN പറഞ്ഞ ഒരു കോട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ റൊമാരിയോ പറഞ്ഞ കോട്ട് ഇപ്രകാരമാണ്. അതായത് നെയ്മർ ഇല്ലാതെ ബ്രസീലിന് ലോകകപ്പ് നേടുക എന്നുള്ളത് ഒരു വെറും സ്വപ്നം മാത്രമായ ഒരു സംഗതി ആണ് എന്നാണ്. അത് എത്രത്തോളം ശരിയാണ് എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നെയ്മർ അവിടെ ഉണ്ടാകുമ്പോൾ, നെയ്മർ മാത്രമല്ല, നിങ്ങളൊരു മെസ്സി ഫാൻ ആണെങ്കിലും റൊണാൾഡോ ഫാൻ ആണെങ്കിലും അവർ ഒക്കെ ആ ഒരു ടീമിൽ ഉണ്ടാകുമ്പോൾ ആ ടീമിന് കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. ഇവ എന്തോ ഇപ്പോൾ കാർലൻസിലോട്ട് പറഞ്ഞ പോലെ അവർ 100% ഫിറ്റ് അല്ലെങ്കിൽ പോലും അവർ ഇപ്പോൾ നമ്മളിപ്പം ഒരു വലിയ ആൾ ഉണ്ട് എന്ന് കാണുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, ആ ഒരു കോൺഫിഡൻസ് ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു പ്ലെയേഴ്സിന് കാര്യങ്ങളൊക്കെ വരും. അത് ടീമിനെ എഫക്ട് ചെയ്യും. ഇവൻ എന്തോ നെയ്മർ കളിച്ചിട്ടില്ലെങ്കിൽ പോലും. ഇനി നെയ്മർ കളിച്ചാൽ ഇപ്പോൾ ഇന്ന് രാവിലെ നടന്ന സാന്റോസിന്റെ കളിയിൽ പോലും നെയ്മർ ഒരു അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തു, സാന്റോസ് വിൻ ചെയ്തു. അപ്പോൾ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന താരമാണ് നെയ്മർ. നെയ്മറാണ് ആ നമ്പർ 10 ബെസ്റ്റ് കളിക്കാൻ പറ്റുന്ന പ്ലെയറും. അത് എല്ലാവർക്കും അറിയുന്ന ഒരു ഫാക്ട് കൂടിയാണ്. പക്ഷെ ഡോൺ കാർലോ എത്തരത്തിലാണ് തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളത് നമ്മൾ നോക്കി കാണേണ്ടതാണ്. ഏതായാലും ഈ ഒരു വേൾഡ് കപ്പ് നെയ്മർ ഉണ്ടാകുമോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ കോണ്ടന്റ്സ് കാര്യങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.